ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കൈതക്കുഴി സെന്റ് തോമസ് മാർത്തോമ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ലെന്റ് ഡിവോഷനിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധ നോമ്പിന്റെ ദിനങ്ങൾ എന്ന് പറയുമ്പോൾ ക്രിസ്തീയ ജീവിതം തന്നെ സ്വർഗ സിയോനിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന നല്ല സഞ്ചാരികളുടെ തീർത്ഥയാത്രയാണ്. അതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. എന്താണ് നോമ്പ്? നോമ്പ് എന്ന വാക്കിൽ തന്നെയുണ്ട് അതിന്റെ അർത്ഥം. ലെറ്റ് us എലിമിനേറ്റ് ഓർ ഇജക്ട് അവർ നെഗറ്റീവ് തോട്ട്സ്. ഈ ഒരു കാലഘട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മെ ആത്മശോധന ചെയ്യുവാൻ വേണ്ടിയാണ് നോമ്പ്. ദൈവവും നാമും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ബോധ്യമുണ്ടാക്കുവാൻ നമുക്കായിട്ട് ദൈവം നൽകിയിരിക്കുന്ന ഒരു വലിയ സാധ്യതയാണ് നോമ്പ്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആദ്യ താളുകൾ മുതൽക്കും തന്നെ നോമ്പാലും ഉപവാസത്താലും ദൈവത്തോടടുത്ത് ചെല്ലുന്ന ദൈവജനത്തെ നമുക്ക് കാണുവാൻ കഴിയും. നോമ്പിന്റെ ആരംഭ പ്രാർത്ഥനയിൽ തന്നെ നോമ്പ് ജയത്തിന്റെ അടയാളവും ശത്രുവായ സാത്താന്റെ നേരെയുള്ള തോൽക്കാത്ത ആയുധവും ആണെന്നാണ് കാണുന്നത്. ഇഷ്ടമുള്ള പലതിനെയും മാറ്റിവെക്കുമ്പോൾ, ഇഷ്ടമുള്ള പലതും ഉപേക്ഷിക്കുമ്പോൾ അതാണ് നോമ്പ്. എന്നാൽ ഇഷ്ടമുള്ള പലതും ഉപേക്ഷിക്കുമ്പോൾ ആ ഉപേക്ഷിക്കുന്ന സ്പേസ് നമ്മുടെ ആത്മാവിൽ ഉണ്ടായിരിക്കണം. വീണ്ടും 50 ദിവസം കഴിയുമ്പോൾ ആ പഴയ സ്വഭാവം എടുത്ത് അണിയുകയാണെങ്കിൽ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകില്ല. മറിച്ച് ആ ഒഴിയുന്ന സ്ഥാനത്ത് ദൈവകൃപ വന്ന് നിറയണം. ദൈവകൃപ നിറയുമ്പോൾ മാത്രമാണ് പഴയ സ്വഭാവം വീണ്ടും നമ്മെ തേടി വരാതിരിക്കുന്നത്. അങ്ങനെ മാതൃകയുള്ള നോമ്പുകാരായി നമുക്ക് മാറണം. പ്രകൃതിയിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഓരോ വൃക്ഷവും നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ദൈവത്തിന്റെ സൃഷ്ടിയായ മരങ്ങൾ കാലത്തോട് കാലം ചേരുമ്പോൾ അതിന്റെ പഴുത്ത ഇലകൾ പൊഴിച്ചു കളയുന്നത് നാം കണ്ടിട്ടുണ്ട്. എന്നാൽ അതിനൊരു പ്രതീക്ഷയുണ്ട്. ഒരു നല്ല മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ കാലാവസ്ഥയുടെ വ്യതിയാനം ഉണ്ടാകുമ്പോൾ തങ്ങളിൽ പുതിയ ജീവന്റെ നാമ്പുകൾ ഉണ്ടാകും എന്ന പ്രതീക്ഷ. ഇതായിരിക്കണം വിശ്വാസികളായ നമ്മുടെയും പ്രതീക്ഷ. നോമ്പിന്റെ കാലം ആത്മസമർപ്പണത്തിന്റെ, രൂപാന്തരത്തിന്റെ പുതിയ നാമ്പുകൾ നമ്മിൽ തളിർക്കാൻ സാധിക്കണം. നോമ്പിനെ ഉൾക്കൊള്ളുന്ന ഈ കാലയളവിൽ നമ്മുടെ ദൃഷ്ടി ക്രൂശിലേക്കായിരിക്കണം. മനുഷ്യരാശിയെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച് ദൈവത്തോട് നിരപ്പിക്കുന്നതിനു വേണ്ടി ദൈവഹിതപ്രകാരം നടത്തിയ ഒരു യാഗമാണ് ക്രൂശീകരണം. ഈ ക്രൂശിലൂടെ എനിക്ക് എന്ത് ലഭിച്ചു എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. ക്രൂശിലൂടെ നമുക്ക് ലഭിച്ച 3 കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാം. 1. ദൈവസ്നേഹത്തിന്റെ ആഴം എത്രമാത്രം ആണെന്ന് മനസ്സിലാക്കി തന്നു. പരിധിയില്ലാത്ത സ്നേഹമാണ് യേശു നമുക്ക് തന്നത്. സൃഷ്ടിച്ച മനുഷ്യനോടുള്ള അവസാനമില്ലാത്ത സ്നേഹം, സ്വന്തം ജീവൻ ത്യജിച്ച് നമ്മെ രക്ഷിച്ച സ്നേഹം, ആ സ്നേഹമാണ് ക്രൂശിലൂടെ നമുക്ക് തന്നത്. കാൽവരി ക്രൂശിലെ ആ സ്നേഹം സ്വീകരിച്ച്, ആ സ്നേഹത്തിൽ വളർന്ന്, ആ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുത്ത് ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. 2. കാൽവരി കുരിശിലൂടെ പാപമോചനം നമുക്ക് തന്നു. ദൈവസ്നേഹം ഒരു യാഥാർത്ഥ്യമാകുന്നതുപോലെ മനുഷ്യന്റെ പാപവും യാഥാർത്ഥ്യമാണ്. വെളിച്ചം കണ്ടിട്ടും ഇരുളിനെ സ്നേഹിക്കുന്നതാണ് പാപം. നമ്മുടെ പാപങ്ങൾക്ക് മോചനം കിട്ടിയത് കാൽവരി കുരിശിലൂടെയാണ്. മനുഷ്യന് ലഭിച്ച ഏറ്റവും വലിയ വെളിച്ചമാണ് യേശുക്രിസ്തു. മനുഷ്യനെ ന്യായം വിധിച്ച് ശിക്ഷിക്കാൻ ആയിരുന്നു ദൈവത്തിന്റെ പദ്ധതിയെങ്കിൽ കുരിശ് ഉണ്ടാകുമായിരുന്നില്ല. പാപമോചനം നേടിത്തന്ന ക്രൂശിലേക്ക് നോക്കി നമ്മുടെ ജീവിതങ്ങളെ കുരിശിന് അനുരൂപമാക്കി മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണം. 3. സൗജന്യമായ രക്ഷയാണ് ക്രൂശ് നമുക്ക് തന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്താലാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നതിനുള്ള വഴി തുറന്നു കിട്ടിയത്. പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്നും യേശു നമുക്ക് ജയം നേടിത്തന്നു. അങ്ങനെ നിത്യജീവന് നമ്മെ അവകാശിയാക്കി തീർത്തു. മനുഷ്യന്റെ യാഗങ്ങൾ കുറവുള്ളതും അപൂർണവും ആയിരുന്നപ്പോൾ ദൈവപുത്രന്റെ ക്രൂശിലെ യാഗം കുറ്റമറ്റതും പൂർണ്ണവുമായിരുന്നു. ആ രക്ഷയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് താങ്ങായി നിൽക്കുന്നത്. ആ രക്ഷ അവഗണിച്ചു പോകാൻ നമുക്ക് കഴിയില്ല. രക്ഷയെ ഉള്ളിൽ സ്വീകരിച്ച് രക്ഷകന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ നോമ്പിന്റെ കാലങ്ങളിൽ നമുക്ക് കഴിയണം. ഈ നോമ്പിന്റെ കാലം കുരിശിലൂടെ സഞ്ചരിച്ച് ആത്മസമർപ്പണത്തിന്റെ, അനുരഞ്ജനത്തിന്റെ, രൂപാന്തരത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരണം. അപ്പോഴാണ് നോമ്പ് അർത്ഥവത്തായി മാറുന്നത്. മനുഷ്യന്റെ സകല സാധ്യതകളുടെയും പൂർണ്ണത ക്രിസ്തുവിൽ കാണാൻ കഴിയും. യേശുവിൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. കാരണം മനുഷ്യന് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നത് ക്രിസ്തു മാത്രമാണ്. നാം ഈ ക്രൂശിലേക്ക് നോക്കുമ്പോൾ അഗാധമായ സ്നേഹം ഉൾക്കൊണ്ട് പാപമോചനം മാർഗം സ്വീകരിച്ച് സൗജന്യമായ രക്ഷ നേടി ക്രിസ്തുവിന്റെ കുരിശോളം ഉയരാൻ നോമ്പിന്റെ കാലത്തും എക്കാലത്തും നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.